ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷ്ടമാത്രം സീരിയലിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡാണ് ഇന്ന്. രചന കരഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ അടുത്ത് പറയുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനാണ് അയാളുടെ പ്ലാനെന്ന്. മഹേഷിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭാര്യയെ കിട്ടിയും 2 മക്കളുണ്ട്, ഒരു മോളുമായി. മഹേഷ് സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് മാപ്പില്ലാന്ന് എനിക്കറിയാം. പക്ഷെ മഹേഷിനും കുട്ടികൾക്കും ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കുകയാണ്. എൻ്റെ എല്ലാ പാപങ്ങൾക്കുള്ള പരിഹാരം അതായിരിക്കും, അതെൻ്റെ സമ്മാനമായിട്ട് കരുതാം. ഇത്രയും പറഞ്ഞ രചന അങ്ങോട്ട് പോകുന്നുണ്ട്. മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇഷിത എല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് വരുന്നു. മഹേഷ് ചോദിക്കുന്നുണ്ട് താനെല്ലാം കേട്ടല്ലേ? അപ്പോൾ ഇഷിത പറയുന്നുണ്ട് കേട്ടു എന്ന്. അവൾ അടിമുടി മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അക്കാര്യത്തിൽ മഹേഷിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ മഹേഷ് ദേഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമൊന്നും പോരാ. അപ്പോൾ ഇഷ്ട പറയുന്നുണ്ട് അല്ല, വിശ്വസിക്കാം. ആകാശ് അവളെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു. പക്ഷേ രചനയെ ഭയപ്പെടാമെന്നുള്ള കാര്യം ആകാശിനറിയില്ല. മുറിവേറ്റ പെണ്ണിനോളം അപകടകാരി മറ്റാരുമില്ല. ഏത് പുരുഷനെയും അവൾ വീഴ്ത്തിയിരിക്കും. അപ്പം മഹേഷ് വളരെ പുച്ഛത്തോടെ പറയുന്നുണ്ട് അവൾ എന്തുദ്ദേശിച്ചാൽ എനിക്കുണ്ട്. അവളുടെ അവതാരമൊന്നും മഹേഷിന് വേണ്ട. സംഭവിക്കാൻ പോകുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആകാശിൻ്റെ കൈകൊണ്ട് തീരാൻ പോകുന്നത് രചനയാണെന്ന്, മറ്റൊരു സുമിതയെന്നും മഹേഷ് അവിടെ പറയുന്നുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമല്ലാതെ മറ്റെന്താ? അങ്ങനെ മഹേഷ് പോകുന്നുണ്ട്. പക്ഷേ ഇഷിത അവിടെ അതൊക്കെ ചിന്തിച്ചങ്ങനെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആദിയാണ്. ആദി വളരെ വിഷമത്തോടാണ് ഇരിക്കുന്നത്. അപ്പം മഹേഷ് ആദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം മഹേഷ് ആദിയോട് പറയുന്നുണ്ട് എൻ്റെ ഊഹം തെറ്റിയില്ല, നീ ഉറങ്ങില്ല എന്നും നിൻ്റെ മമ്മിയോടെ വന്നത് നീ അറിഞ്ഞുവെന്നും എനിക്ക് മനസ്സിലായെന്ന്. അപ്പം രചന അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം കേട്ടിട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. മഹേഷ് ചോദിക്കുന്നുണ്ട് നിൻ്റെ മമ്മിക്ക് എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം ആദ്യം പറയുന്നുണ്ട് മമ്മി അയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് മമ്മി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പം മഹേഷ് പറയുന്നു രചനയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആകാശം നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആദ്യം പറയുന്നു മമ്മിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡാഡിയോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മമ്മി എന്നോട് മാപ്പ് പറഞ്ഞു. എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യുമെന്നാണ് മമ്മി എന്നോട് പറഞ്ഞതെന്ന്. മഹേഷ് പറയുന്നു അവൾ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രചന എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ കയറി വന്ന് ക്ഷമ പറഞ്ഞാലും ഡാഡിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് മമ്മി ആത്മഹത്യയൊന്നും ചെയ്യില്ല, മമ്മി തന്നെ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മമ്മിയുടെ മനസ്സിൽ മറ്റെന്തോ ആണ്. അയാളുടെ മുന്നിൽ മമ്മി തോറ്റു കൊടുക്കാനും പോകുന്നില്ല. ആകാശിൻ്റെ മുന്നിൽ നിന്റെ മമ്മിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൻ്റെ കൈ കൊണ്ട് അവൾ തീരും. വേദനിച്ചിട്ട് എന്താ കാര്യം മോളെ? എന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് അതാണ്. എല്ലാ കാലവും ആകാശിന് രചനയെ സംരക്ഷിക്കാൻ കഴിയില്ല. എന്നോടുള്ള പക തീർക്കാനാണ് ആകാശ് പല പ്രലോഭനങ്ങളും നടത്തി എന്നിൽ നിന്ന് മടർത്തിക്കൊണ്ടുപോയത്. നിന്റെ മമ്മിക്ക് ലക്ഷറീസ് ലൈഫിനോടാണ് പ്രിയം. ഡാഡി അന്ന് ഒരിടവും എത്തിയിട്ടില്ലായിരുന്നു. കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ട് ഒരാൾ ക്ഷണിച്ചപ്പോൾ അക്കരെ പച്ച കണ്ട് അവൾ അങ്ങ് പോയി. ഇപ്പം ജീവിതം അതൊന്നും അല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവൾ ഒരുപാട് ദൂരം പിന്തള്ളപ്പെട്ടു പോയി. നിന്റെ മമ്മിക്ക് വേണ്ടി ഡാഡിക്കിനെ ഒന്നും ചെയ്യാനാവില്ല. എങ്കിലും എൻ്റെ 2 മക്കളുടെ അമ്മയെന്ന നിലയിൽ എനിക്ക് വേദനയുണ്ട്. അപ്പം ആദ്യം പറയുന്നുണ്ട് മമ്മി എവിടെയെങ്കിലും പോയി ജീവിക്കും, അതിന് അയാൾ ജയിലിൽ പോകണം. മമ്മിക്കെതിരെ ഡാഡി ഒന്നും ചെയ്യേണ്ട, അയാളെ രക്ഷപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. ഏതെങ്കിലും ഒരു ഓർഫനേജിൽ മമ്മി ജീവിച്ചു പൊക്കോട്ടെ. എനിക്കൊരു ജോലി കിട്ടി മമ്മിയെ നോക്കാനുള്ള പ്രാപ്തിയാവുമ്പോൾ ഒരു വീട് വാങ്ങി ഞാൻ മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാം. ഡാഡിനെ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊക്കെ കേട്ടിട്ട് മഹേഷ് ആദ്യം ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇങ്ങനൊരു മകനെ തന്നതിന് ദൈവത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോനെ എന്ന് ഇങ്ങനെ മഹേഷ് പറയുന്നു. ആരെയും തള്ളിക്കളയാൻ ഡാഡി ശ്രമിച്ചിട്ടില്ല, ചേർത്ത് നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. എൻ്റെ മോൻ അത് തന്നെ ചെയ്യണം, അതെൻ്റെ കടമയാണ്. നീ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ സാധിച്ചു തരാം. 2 മക്കളെ ജനിപ്പിച്ച അമ്മ ഒരിക്കലും അനാഥമായി തീരാൻ പാടില്ല. ആദ്യം ഇങ്ങനെ ഡാഡിയെ വിളിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഡാഡി ഉണ്ടടാ കൂടെ എന്ന് പറഞ്ഞ് ആദ്യം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. പിന്നീട് മഹേഷ് സുജിയുടെ അടുത്ത് വന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സുജി പറയുന്നുണ്ട് കുഞ്ഞിനെ അപായപ്പെടുത്തിയതിൽ ഒന്നുകിലും മഞ്ജുവിക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ അവളെ ബലിയാടാക്കി മറ്റൊരാളത് ചെയ്തു. അപ്പോൾ ആ ഫോൺ നമ്പർ കൊണ്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ മഹേഷിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അജിത്ത് വിളിച്ച ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. ഡെയിലി ഒരു 10 തവണയെങ്കിലും വിളിക്കാറുണ്ട്. മഹേഷ് ഒക്കെ പറയുന്നുണ്ട് അജിത്ത് ഇങ്ങനെ ഒരാളെ എനിക്കറിയില്ല, കൂടുതൽ നേരം ഫ്ലാറ്റിൽ കഴിച്ചു കൂട്ടുന്ന മഞ്ജുവയ്ക്ക് ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് പരിചയമെന്ന്. അപ്പോൾ സുജി പറയുന്നുണ്ട് അവൻ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കണം.
മഞ്ജിമയാണ് CCTV ക്യാമറ ഓഫ് ചെയ്തതെന്ന് വ്യക്തമായ കാര്യമല്ലേ? അവനകത്ത് കയറ്റാനായിരിക്കും മഞ്ജിമ അത് ചെയ്തത്. മഹേഷ് ഇപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ്, പക്ഷെ അവൻ കുഞ്ഞിനെ എന്തിനാണ് അഭയപ്പെടുത്താൻ ശ്രമിച്ചത്? സുജി പറയുന്നുണ്ട് അവനിനി വെറുതെ വിടാൻ പാടില്ല, അവളങ്ങനെ നിൽക്കട്ടെ, ഇവനിലൂടെ വേണം ഇനി കാര്യങ്ങൾ തിരിച്ചറിയാൻ. എന്നിട്ട് മഹേഷ് അജിത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അജിത്തിനോട് പറയുന്നുണ്ട് ഞാൻ മഞ്ജിമയുടെ ഒരു വെൽവിഷറാണ്, അവൾ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ അജിത്ത് ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയാതെ അവളെപ്പോലെ ഏത് മഞ്ജിമ നിങ്ങൾക്ക് നമ്പർ തെറ്റിയതാവും. മഹേഷ് അപ്പോൾ ദേഷ്യത്തിൽ പറയുന്നുണ്ട് കോള് കട്ട് ചെയ്താലൊന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല, നിന്നെയും മഞ്ജിമേനെ രക്ഷിക്കാൻ എനിക്കേ കഴിയൂ. അപ്പോൾ അജിത്ത് അവളുടെ മയത്തിൽ ചോദിക്കുന്നത് നിങ്ങൾ ആരാണ്? മഹേഷ് പറയുന്നുണ്ട് മഞ്ജിമയുടെ ഫ്ലാറ്റിൽ വെച്ച് നടന്നതൊക്കെ എനിക്കറിയാം. അജിത്ത് അങ്ങനെ പേടിച്ചിട്ട് പറയുന്നത് സാർ ഞാൻ വരാം. മഹേഷ് പറയുന്നത് നിന്നെ ഇനി വിളിക്കാൻ പോകുന്നത് ഒരു അഡ്വക്കേറ്റാണ്, മുങ്ങാനാണ് പ്ലാനെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് പൊക്കോന്ന്. അങ്ങനെ മഹേഷ് കോള് കട്ട് ചെയ്തിട്ട് സുജിയോട് പറയുന്നുണ്ട് ഞാൻ സാന്ദ്രയെ കാത്ത് നിൽക്കുന്നില്ല, ആകാശം രക്ഷപ്പെടുന്നതിന് മുൻപേ തന്നെ എനിക്ക് അവനെ കാണണം, കാരണം രചന പറഞ്ഞല്ലോ ഇങ്ങനെ നാടുവിടാൻ വേണ്ടി പോകുന്നുണ്ടെന്ന്. സുജി പറയുന്നില്ല അജിത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റു, പക്ഷെ നമുക്ക് മാത്രമായിട്ടൊന്നിനും കഴിയില്ല, മഹേഷ് ഒന്നുകൂടെ സാന്ദ്രയെ കാണണം. മഹേഷ് അപ്പോൾ പറയുന്നു സാന്ദ്രയെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, തെളിവ് ചോദിക്കുന്നതല്ലാതെ അതുണ്ടാക്കാൻ സാന്ദ്രയ്ക്ക് കഴിയില്ല. അപ്പോൾ സുജി പറയുന്നത് മഹേഷ് പ്ലീസ് അത് അറിയിക്കണം. അങ്ങനെ മഹേഷ് സമ്മതിക്കുന്നുണ്ട് അറിയിക്കാനായിട്ട്. സാന്ദ്ര കൈമലർത്തിയാൽ അവസാന കളിക്ക് ഞാൻ തന്നെ ഇറങ്ങും, സുജി പിന്നീടുണ്ടാവണം. അങ്ങനെ മഹേഷ് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശിങ്ങനെ മിസ്സിയുടെ കാര്യത്തെപ്പറ്റി വീണ്ടും വേറൊരാളോട് സംസാരിക്കുന്നു. എന്നിട്ട് രചനയെ ഇങ്ങനെ മോശമാക്കി പറയുന്നുണ്ട് എന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്നൊക്കെ. ഇതൊക്കെ രചന പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആകാശ് രക്ഷപ്പെടാമെന്നുള്ള ആഗ്രഹങ്ങളോടെ ഇങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്യാണ്. രചന ഇങ്ങനെ ഹാളിലിരിക്കുമ്പോൾ ആകാശ് ഇറങ്ങി വരുന്നുണ്ട്. എവിടേക്ക് പോകണം, 2:30 മണിക്കാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകാശ് പോകുമ്പോൾ രചന ചോദിക്കുന്നുണ്ട് ആകാശ് എങ്ങോട്ടാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ബാംഗ്ലൂരാണെന്നൊക്കെ. അപ്പോൾ രചന ചോദിക്കുന്നുണ്ട് പിടി വീഴുന്ന ഉറപ്പായപ്പോൾ രക്ഷപ്പെടാനുള്ള പ്ലാൻ ആണല്ലേന്ന്. ആകാശ് എന്നിട്ട് വിട്ടുകൊടുക്കുന്നില്ല, ഞാൻ ആരെ പേടിച്ചാണ് രക്ഷപ്പെട്ട് ഓടുന്നതെന്നൊക്കെ വളരെ പുച്ഛത്തോട് ചോദിക്കുന്നുണ്ട്. ആകാശ് എന്നെ ജയിലിൽ അടയ്ക്കാനൊന്നും ഇവിടുത്തെ നിയമങ്ങൾക്ക് കഴിയില്ല. എന്നിട്ട് പറയുന്നത് ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നേ ഈ വീട് കഴിഞ്ഞ് പൊക്കോണം, ഇനി നിന്നെ ചുമക്കേണ്ട കാര്യം എനിക്കില്ല. ആകാശ് വീണ്ടും രചനയെ മോശമാക്കി ഒരുപാട് പറയുന്നുണ്ട്. എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് ഒരു ദിവസം നിന്നെ കാണാൻ ആകാശ് മേനൻ അവിടെ വരും, അന്ന് നീ കാണിച്ചതിനുള്ള മറുപടി ഞാൻ അന്ന് തരും. അപ്പോൾ രചന വളരെ ദേഷ്യത്തോട് പറയുന്നുണ്ട് നീ അതുവരെ കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല, അതിനു മുന്നേ ഞാൻ നിന്നെ കാണാൻ വരും. ആകാശം അങ്ങനെ പോകുന്നുണ്ട്. രചന പിന്നീട് അതൊക്കെ ചിന്തിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ്, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ. അപ്പോൾ തന്നെ മഹേഷിനെ രചന വിളിക്കുന്നുണ്ട്. അവൻ രക്ഷപ്പെട്ട് ഗൾഫിലേക്ക് കടന്നു കളയാനാണ് പോകുന്നത്. ദുബായിലുള്ള സുഹൃത്ത് വഴി ടിക്കറ്റ് ഓക്കെ ആക്കി കഴിഞ്ഞു, വിസ റെഡിയാക്കി കഴിഞ്ഞു, ഇനി ടിക്കറ്റ് കിട്ടാനുള്ള താമസം മാത്രമേ ഉള്ളൂ. രചന എന്നിട്ട് പറയുന്നുണ്ട് ആകാശിനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്, ആകാശിനെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവനെ ഒരിക്കലും പോലീസിനെ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സുമതിയെ കൊന്നതിന് തെളിവില്ല എന്നുള്ളതാണെങ്കിൽ സുമതിയെ കൊല്ലുന്നത് ഞാൻ ഒളിഞ്ഞെന്ന് കണ്ടെന്ന് പറയാം, എല്ലാത്തിനും ദൃക്സാക്ഷിയായത് ഞാനെന്ന് പറയാം എന്നൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട്. അപ്പം മഹേഷിന് കുറച്ചുകൂടെ ധൈര്യം കിട്ടി, എന്തായാലും തെളിവായിട്ടൊരാളുണ്ടല്ലോ. അങ്ങനെ മഹേഷ് നേരെ ആകാശിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. മഹേഷിനെ കണ്ടതും ആകാശിനെ ഓടാൻ ശ്രമിക്കുന്നു, പക്ഷെ മഹേഷ് ഓടിച്ചിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നുണ്ട്. ആകാശം അങ്ങനെ സാന്ദ്രയുടെ മുന്നിൽ വെച്ച് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാണ്, എനിക്ക് പോകണം, പോയിട്ട് വന്നിട്ട് ഞാൻ നിന്നെ കാണുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മഹേഷ് തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് സാന്ദ്രയോട് മഹേഷ് പറയുന്നുണ്ട് ഒരു കൊലക്കേസ് പ്രതി നാട് വിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കണ്ടു നിൽക്കില്ലേ നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എനിക്ക് വേണമെങ്കിൽ ഇവനെ പുറത്ത് വെച്ച് തീർക്കാമായിരുന്നു, എന്നിട്ടും ഇവിടെ കൊണ്ടുവന്നതിനൊരു കാരണമുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് തെളിവുകളാണ്, ആ തെളിവ് ഇപ്പം എത്തും, എല്ലാം ഒരുക്കി വെച്ച് തന്നെയാണ് ഞാൻ ഇവിടെ തേടി ഇറങ്ങിയത്. അപ്പോഴേക്കും ഇഷിത ഇങ്ങനെ മഞ്ജുമയുടെ കൈ പിടിച്ച് വലിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ മഹേഷ് പറയുന്നുണ്ട്. അച്ഛനെ വിളിച്ചത് ബാങ്കിൽ നിന്നല്ല, വേറൊരു സാധാരണക്കാരൻ്റെ മുമ്പിൽ നിന്നാണ്, ഇവനെ ഫോട്ടോ കാണിച്ചപ്പോൾ അയാൾ ആളെ തിരിച്ചറിഞ്ഞു. ഇഷിത അപ്പോൾ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് പറ മഞ്ജുമ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട് ആകാശ് കുഞ്ഞിനെ അപകടപ്പെടുത്തുന്നത് നീ കണ്ടോന്ന് മഞ്ജുമയോട് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജുമ പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന്. പിന്നെ എന്താണ് നീ ഇതുവരെ പുറത്തു പറയാത്തത്? ആകാശ് കളിയാക്കുന്നുണ്ട് ഇവളെയാണോ സാക്ഷി പറയാൻ കൊണ്ടുവന്നത്. എന്നിട്ട് പറയുന്നു മാഡം എന്നെ ഒന്ന് വിടണം, എനിക്ക് പോകണം. അപ്പോഴേക്കും സുജി അജിത്തിനെയും കൊണ്ടുവരുന്നു. അങ്ങനെ
അങ്ങനെ അജിത്ത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ആകാശ് ഫ്ലാറ്റിലേക്ക് വന്നത് മഞ്ജുമ അത് കണ്ടതും അജിത്തിനെ മഞ്ജുമയും കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നതും ആകാശ് കുഞ്ഞിൻ്റെ മേലെ കീടനാശിനി അടിക്കുന്നതൊക്കെ ആ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. എന്നിട്ട് അജിത്ത് അവിടെ തെറ്റുകാരനല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുമയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മഞ്ജുമ ഇവിടെ പലരെയും ഫ്ലാറ്റിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മഞ്ജുമയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോഴേക്കും അജിത്തിൻ്റെ മുഖത്തടിക്കുന്നു. ആ ഗ്യാപ്പിൽ മഹേഷിനെ അവിടെ തള്ളിയിട്ടിട്ട് ആകാശം ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കാറിൽ ആകാശിൻ്റെ മുന്നിൽ കാറ് കൊണ്ട് നിർത്തുന്നത് രചനയാണ്. രചന അങ്ങനെ ഇറങ്ങി വന്ന് ബാക്കിൽ തോക്കുമായിട്ടാണ് രചന വരുന്നത്. ആകാശ് ഇപ്പോൾ പറയുന്നുണ്ട്, രചന വാ നമുക്ക് പോകാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് രചനയുടെ മുന്നിൽ വലിയ നല്ല വിള ചമയുന്നുണ്ട്. പക്ഷെ രചന ഇതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോഴേക്കും അവിടെ പോലീസും മഹേഷും ഇഷിതയും എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നു. മഹേഷ് ഇങ്ങനെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ രചന തടയുന്നുണ്ട്. ഇവന് തൊട്ട് പോരുത്, ഇവൻ എനിക്കുള്ളതാണ്. മഹേഷിനെ ഞാൻ വാക്ക് കൊടുത്തതാണ്. നീ സുമിതയെ കൊന്ന് പാറക്കോറിൽ തള്ളിയിടുന്നത് ഞാൻ കണ്ടതാണെന്ന് ഞാൻ മൊഴി പറയുമെന്ന്. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ കഴിയില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ച് വന്ന സുമിതയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യണം എന്ന് പറഞ്ഞ് ആകാശിൻ്റെ നെഞ്ചിലേക്ക് വെടിവെതിർക്കുകയാണ് രചന. അങ്ങനെ ആകാശ് വെടികൊണ്ട് വീഴുന്നത് മഹേഷിൻ്റെ കാലിലേക്കാണ്. അങ്ങനെ രചനയെ പോലീസ് വിലങ്ങിടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതിനു മുന്നേ എനിക്ക് മഹേഷിനോടും ഇഷിതയോട് സംസാരിക്കണം. ഇഷിത പറയുന്നുണ്ട്, നീ എന്തിനാണ് ചെയ്തത്? അവനുള്ള ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാമായിരുന്നല്ലോ, അവനുള്ള ശിക്ഷ ജയിലായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്നെ കാണാൻ ജയിലൊന്നും വരരുത്. ആദ്യം എന്തിനാണ് മഹേഷിൻ്റെ കൂടെ വന്നതെന്ന് എനിക്കറിയാം. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി മമ്മിയെ സംരക്ഷിക്കാൻ. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും വിഷമമാവുന്നുണ്ട്. പറഞ്ഞിട്ട് രചനയെ അങ്ങ് കൊണ്ടുപോകുന്നു. പിന്നീട് മഹേഷും ഇഷിതയും വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ആദ്യം ചിപ്പിമോളും കുഞ്ഞിൻ്റെ അടുത്ത് ഉറയും കിടക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഞങ്ങൾ പോകാൻ നേരത്ത് ആദ്യം ചിപ്പിയും മോളെ കളിപ്പിക്കുകയായിരുന്നു. മഹേഷ് അപ്പോൾ ഇഷിതയോട് പറയുന്നുണ്ട്, രചന പറഞ്ഞത് ശരിയാണ്, മമ്മി ജയിലിലാണെന്ന് ആരും മക്കളോട് ചോദിക്കാത്ത സ്ഥലത്തേക്ക് നമുക്ക് മക്കളെയും കൊണ്ട് പോകണം. ജീവപര്യന്തം തടവ് ശിക്ഷ രചനയ്ക്ക് കിട്ടില്ല. എൻ്റെ അറിവിൽ ഏറിയാൽ 8-9 വർഷം. ഇത് കഴിഞ്ഞാൽ രചനയ്ക്ക് ജയിൽ മോചിതയാവാം. അവളെ സ്വീകരിക്കാൻ ജയിലിന് മുന്നിൽ ആദ്യം ഉണ്ടാവും. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള യുവാവായിട്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇഷ്ടം പറയുന്നുണ്ട്, നമുക്കിന് വേണ്ടത് പുതിയൊരു ജീവിതമാണ്. പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മളെയും നമ്മുടെ മക്കളെയും വേട്ടയാടാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, പുതിയൊരു സ്ഥലത്തേക്ക്, ആരും രചനയുടെ കാര്യങ്ങൾ മക്കളെ അറിയിക്കാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം, അവിടെ നമുക്ക് ജീവിക്കണം എന്നിങ്ങനെ രണ്ടുപേരും തീരുമാനമെടുത്ത് അവർ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചാണ് ഈ സീരിയൽ ഇവിടെ അവസാനിക്കുന്നത്. അതിൻ്റെ നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.